കാത്തിരിപ്പിനൊടുവിൽ പള്ളിവാസൽ വില്ലേജ് ഓഫീസിനായി പുതിയ കെട്ടിടം ഒരുങ്ങുന്നു. ഏറെ നാളത്തെ ആവശ്യങ്ങൾക്കൊടുവിലാണ് പള്ളിവാസൽ വില്ലേജിനായി പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. ദേവികുളം താലൂക്കിൽ 7ാമത്തെ വില്ലേജ് ഓഫീസിന്റെ കെട്ടിട നിർമ്മാണത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതോടെ പള്ളിവാസൽ വില്ലേജ് ഓഫീസ് പൂർണ്ണതോതിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസായി മാറും. പള്ളിവാസൽ വില്ലേജ് ഓഫീസിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി നിലനിൽക്കുന്നതാണ്. നിലവിലെ വില്ലേജ് ഓഫീസ് 2007 പുതുക്കി പണിതെങ്കിലും 113 പടികൾ കയറി വേണം ഓഫീസിലേക്ക് പ്രവേശിക്കുവാൻ. അതുകൂടാതെ ശുചിമുറിയുടെ അഭാവവും പ്രയാസം സൃഷ്ടിച്ചിരുന്നു. ഇതിനെല്ലാം പരിഹാരം എന്നോണമാണ് പുതിയ വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളത്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളിവാസൽ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എ രാജ MLA അധ്യക്ഷത വഹിച്ചു. ഏറ്റവും സാധാരണപ്പെട്ട മനുഷ്യർ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ വില്ലേജ് ഓഫീസ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനമെല്ലാം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാവുന്നതാണ്. എന്നാൽ അതിൽ നല്ല മാറ്റം വരുത്തിക്കൊണ്ട് കാലഘട്ടത്തിന് അനുസൃതമായി വില്ലേജ് ഓഫീസുകളെല്ലാം സ്മാർട്ടാകുന്നതാണ്. കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാഫലക അനാച്ഛാദനവും MLA നിർവഹിച്ചു. ഇടുക്കി ADM ഷൈജു P ജേക്കബ്, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഭവ്യ കണ്ണൻ, അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലാലു, പള്ളിവാസൽ പഞ്ചായത്ത് അംഗം ശശികുമാർ, ദേവികുളം തഹസീൽദാർ LS സന്തോഷ് കുമാർ, പള്ളിവാസൽ വില്ലേജ് ഓഫീസർ VA അൻസിൽ, വില്ലേജ് ഓഫീസ് ജീവനക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.